എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. വെറും 10 മിനിറ്റിൽ കുട്ടികളുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡിൽസ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്കിത് റെഡിയാക്കാം. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി 70 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ടേക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മാഗിൻ്റെ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഇതിനാവശ്യമായുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ബീൻസ്, ക്യാബേജ് അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി കളർ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഒരു നൂഡിൽസ് കേക്ക്. ഞാനിപ്പോൾ ഗ്രീൻ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ഹാഫ് കുക്കായാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ നൂഡിൽസും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ കമ്പൈൻ ചെയ്ത് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു മിക്സ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഈ ഒരു മിക്സിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ നൂഡിൽസിൻ്റെ മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ നൂഡിൽസും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മുട്ടയും നൂഡിൽസും കൂടി നല്ലവണ്ണം തന്നെ മിക്സായിട്ട് വരണം. അതുവരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ മാഗീൻ്റെ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലോട്ടേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം കണ്ടില്ല, ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട ഭാഗം കൂടി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, ഇതിവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയായി തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ. പിന്നെ ഇതിൽ വേറൊരു ട്രിക്കും കൂടിയുണ്ട്. ഈ ഒരു വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ അവരത് കണ്ണും പൂട്ടി കഴിക്കും. അപ്പോൾ ഇനി നൂഡിൽസ് വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.